ഇവിടെ ഒരുത്തിണ്ട്, ഒരു പണിക്കും കൂടൂല. എല്ലാ പണി ഞാൻ ഒറ്റക്കന്നെ എടുക്കണം. ഏത് നേരം ആ ഒരു മുറിയിലാ ഒരു ഫോണേറ്റി. കുറച്ചാൾക്കാർ ആസ്പത്രിക്ക് പോയിരുന്നു, ആ ഒരു വിവരവും ഇല്ല. തള്ളക്ക് എന്താ പറ്റിയാണാവും. ഇനി അല്ല ഇനി മനുഷ്യന്മാരെ ഇടങ്ങറാക്കാൻ അങ്ങോട്ട് തന്നെ കേറി വരുവാണോ. 2 ദിവസമായിട്ട് ആ തള്ളന്റെ ഇടങ്ങറുണ്ടായിട്ടില്ല. ഹലോ പറയ്. ഇല്ല, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ അടുക്കളൊക്കെ ഒന്ന് തുടച്ച് നേരാക്കിയിരുന്നു. എന്താ കൊഴപ്പൊന്നുമില്ല. തള്ളനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയത്, ഇന്നലെ രാവിലെ. എന്താ പാടാണ് അവൻ, എനിക്കറിയില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇക്കിട്ട് എന്റെ മാപ്പിള വിളിച്ചിട്ടുമില്ല. ഈ നേരം വരായിട്ട് വിളിച്ചിട്ടില്ല. എന്തിനാ ഞാനാണ്ട് വിളിക്കണത്? ഇക്ക അതിന്റെ ആവശ്യമൊന്നുമില്ല. തള്ളയുടെ ശല്യം ഒന്ന് പോയി കിട്ടിയാ മതി, വേറൊന്നും വേണ്ട. ഒരുമ്പട്ടുകൾ അറിഞ്ഞിക്കണോന്ന് തന്നെ ആൾക്കറിയാം. ഇക്കറിയില്ലേ പറഞ്ഞിക്കണോന്നൊന്നും. പറഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇങ്ങണ്ടോ അല്ലെങ്കിൽ ആസ്പത്രിക്കും ചെല്ലണ്ടല്ലേ. ഞാൻ ആസ്പത്രിക്ക് പോയിക്കണോന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ അജ് കാണലുണ്ട്? അജ് പോയിന്നാ? അതെ. ഇപ്പൊ വലിയ ആൾക്കാരൊക്കെ ആയില്ലേ, ഡോക്ടറൊക്കെ ആവാനത്ര പഠിക്കണതേ. എന്തൊക്കെ കാണണപ്പോ. വിവരപ്പൊ എന്താ, ഞാൻ എന്തായാലും വിളിച്ചു നോക്കൂല. ഇജ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് എന്റെ മാപ്പിളക്ക്. അപ്പൊ അറിയാലോ എന്താ വിവരം എന്നുള്ളത്. ഇക്ക് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇനി പെണ്ണിനെ വിളിച്ചിക്കണോന്നുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുമില്ല. വേറെപ്പ എന്താ, ഇങ്ങനൊക്കെ പോണു. കൊഴപ്പൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഓണത്തിന് 4-5 ദിവസം പൂട്ടണുണ്ട് തോന്നുന്നുണ്ട്. എന്നായിക്കോട്ടെ, എന്നാല് വിളിച്ചോണ്ടു ഇജ്ജ്. ശരി എന്നാ. എല്ലാരും എന്നോടാ ചോദിക്കണത്, ആസ്പത്രിയിലത്തെ കാര്യം എന്താ, ആസ്പത്രിയിലത്തെ കാര്യം എന്താ. ഈ നേരം വരെ എന്റെ മാപ്പിള എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. എനിക്ക് കൊറേ എഴുതാനും ഉണ്ട്. വല്യമ്മാന്റെ ഒരു കാര്യം അറിയായിട്ടൊരു സമാധാനം ഇല്ല. റൂബി അറിഞ്ഞിട്ടില്ലല്ലോ. ഫോൺ എടുക്കണില്ലല്ലോ, തിരക്കിലേറ്റാണാവും. ഇനി വിളിക്കണ്ട. ഇനി അഥവാ തിരക്കിലാണെങ്കിലോ, വല്ല പഠിക്കുകയോ വല്ല എന്തെങ്കിലും കാര്യത്തിലാവും ചിലപ്പം. വല്യമ്മാന്റെ പാടം എന്താന്നൊന്നും അറിയണില്ല. ICUവിലാണെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ. പിന്നെ ഇപ്പോട്ട് വിളിച്ചിട്ടുമില്ല. ഹലോ സെമിയ, എന്താ? കൊഴപ്പൊന്നുമില്ല. അനക്കിപ്പൊ വിളിച്ചീന്നോ? ഈ വിളിച്ചീന്നാ? അതെ, മൂന്നാറാണ്. പോന്നിക്കണാ? ഒന്നുമില്ലടി, ഞാന് വെറുതെ വിളിച്ചതേന്ന്. എന്താ എന്റെ പാട് എന്നൊക്കെ ഒന്ന് അറിയാനേ. അതെടി, വല്യമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. പ്രഷറിന്റെ ഗുളിക എന്തോ കുടിക്കായിട്ട് ആകെ തലറ്റലും ഇതൊക്കെ അയക്കണ്. പോകുമ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വൈക്കെന്ന് വെച്ചിട്ട് കൂടിക്കണെന്ന് അപ്പ പറഞ്ഞത്. ICUവിലാണ്. വിഷമിക്കാനുള്ളതൊന്നുമില്ല, കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞിന്നിപ്പ.
അത് ഞാൻ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും ഇപ്പൊ വിളിക്കാതിരുന്നിട്ടുണ്ടാവുക. ഇന്നലെ രാവിലെ കൊണ്ടുപോയിക്കണ്. അതെടി, നീ ഇങ്ങോട്ട് പോരെ. എപ്പളാ വരുന്നേ? ആർക്കാണ് ഇങ്ങനെ ഫോൺ വിളിക്കണത്? 24 മണിക്കൂർ ഈ ഒരു ഫോണും എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങോട്ട് ചാടി കളിക്കും. ഒരു ഫോൺ വിളി ഞാൻ കാണിച്ചു കൊടുക്ക. എന്നാ ശരി, സമാധാനത്തിൽ പോരെ. ആക്കത്തിന് പോന്നാ മതി. ധൃതി പിടിച്ച് പോരൊന്നും വേണ്ട വണ്ടിയിട്ട്. എന്നായിക്കോട്ടെ. അവൾ അറിഞ്ഞിട്ടുമില്ല. അല്ലടി, അനക്ക് 24 മണിക്കൂർ ഈ ഒരു ഫോണുമ്മ കളിച്ചല്ലേ പണിയുള്ളൂ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ എടുക്കരുത് എന്നുള്ളത്? പഠിച്ചാൻ പറഞ്ഞീന്നാ. തുടങ്ങി. ഞാൻ ആർക്കേലും വിളിച്ചോട്ടെ, നിങ്ങക്ക് എന്താണ് ഇമ്മ? ഞാൻ സെമീറാക്ക് വിളിച്ചതാണ്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരുമ്പട്ടോൾക്ക് ഇവിടുന്ന് ഫോൺ വിളിക്കരുത് എന്ന്. എന്നിട്ട് എന്തിനാണ് ആ ഉമ്മയുടെ കുട്ടി വിളിച്ചത് പോൾക്ക്? വല്യമ്മാന്റെ കാര്യം പറയാന്. ഓളിപ്പ അറിയണുള്ളൂ. ഇജ്ജ് വിളിച്ചറിയുമ്പോ അറിയണുള്ളൂ. അപ്പൊ എന്റെ വാപ്പ വിളിച്ചറിഞ്ഞിട്ടൊന്നും ഇല്ലേ? ഓള് ഇവിടെ ഉണ്ടായിട്ടില്ല. ഓള് ടൂറ് പോയിക്കേന്ന്. ഓളൊരു ടൂറ്. ഓൾക്ക് ടൂറിനേക്കായൊക്കെ വലുതാണല്ലോ വല്യമ്മ. ഓളറിഞ്ഞിട്ടില്ല. അല്ല, ആസ്പത്രിയിൽ നിന്ന് വിളിക്ക എന്തേലും ചെയ്തീന്നാ? ഒരു വിവരം ഇല്ലല്ലോ. എന്റെ വാപ്പൊക്കെ വിളിച്ചിട്ടേ ഇല്ല ഈ നേരം വരായിട്ട്. അതെന്തിനാ നിങ്ങൾ അറിയണത്? നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പൊ നിങ്ങക്ക് എന്താ? അല്ല, ചോദിക്കേണ്ട കടമ നിക്കുണ്ടേ. ഇനിയിപ്പൊ ഞാൻ ചോദിച്ചില്ല എന്നുള്ളൊരു പേര് വേണ്ട. എന്റെ ഒരു സമാധാനത്തിനെങ്കിലും എന്തേലും വിവരം ഉണ്ടോ? ഒരു പാടും ഇല്ല. നിങ്ങളെ പണി എന്താ വെച്ച് നോക്കി പോയിട്ട്. മര്യാദക്കേ ആ പുസ്തകമൊക്കെ ഒന്ന് എടുത്തിട്ട് പഠിക്കാൻ നോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ പിന്നാലെ അടുക്കളയിൽ വന്നിട്ടൊന്ന് സഹായിക്ക്. അന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. ഈ ഫോൺ വിളി മാത്രം. ഞാൻ എന്നോട് അന്ന് പറഞ്ഞിട്ട് ആ ചെക്കനായിട്ടുള്ള ബന്ധം നിർത്തിക്കാളാന്ന് കേട്ടോ. ഇനി ഞാൻ അതെന്തേലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരണ്ട്. ഇരുന്നിങ്ങനെ ഫോണും 24 മണിക്കൂറും ചോദിക്കുമ്പോ പറയും ഓലാണ് മറ്റോലാണ് സെമീറയാണ്. തര ഞാൻ അണക്ക്. മനസ്സിന് ഒരു സ്വസ്ഥതയും തരൂല. എവിടെ ഇരിക്കാനും സമ്മതിക്കൂല. വല്ലാത്തൊരു കഷ്ടകാലാണ്. ഈ പേരന്റെ ഉള്ളിൽ ജനിക്കേണ്ടതേ നീന മനസ്സെ. ഇവിടെ നിക്കാൻ തന്നെ തോന്നാത്തൊരവസ്ഥയാണ്. ഈ ഒരു തള്ള കാരണം കുറെ എന്റെ ജീവിതം ഇല്ലാതാക്കി, കുറെ എല്ലാരുടെ ജീവിതവും ഇല്ലാതാക്കി. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഓരോന്നിട്ട് വന്ന് ചൊറിഞ്ഞിങ്ങാണ്ട് വരും. പെറ്റ തള്ളല്ലേന്ന് വിചാരിച്ചിട്ട് സഹിച്ചു പിടിച്ച് നിക്കണം. ഇനി ഒരു ദിവസം ഉണ്ടാവും ഒരു വർത്താനം. റൂബിയെ, സെമീറ വന്നു തോന്നുന്നുണ്ട്. സെമിയെ. ഷാഫിയാക്കെ ഓല് ഹോസ്പിറ്റലിലേക്ക് പോയടി. എന്നെ ഇവിടെ ആക്കി തന്നു പോയി. ഇപ്പൊ വിളിച്ചിന്ന് എനിക്ക്? ഇല്ല, വിളിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിട്ടുമില്ല. ഞാൻ ഇപ്പൊ വരുന്ന വരവാ. അവിടുന്ന് പോകുന്നത് നന്നായേ ഉള്ളൂ. എന്നാ ഇങ്ങോട്ട് പോരാ. ഒത്തുക്ക് അവിടെ അങ്ങനെ നിക്കണ്ട. ഞാൻ വരാം. എളയമ്മ എവിടെ? അമ്മ അവിടെ അപ്പത്തെ വെള്ളമുണ്ട്. ഒന്നും കാര്യാക്കൊന്നും വേണ്ട. ഇച്ചാണ്. അല്ല, ആക്കി വജ്ജൊക്കെ അറിയോ? മുന്തിയോടത്ത് കണ്ട് കെട്ടിപ്പോയതിന് ശേഷം പിന്നെ ഈ പടി ഇങ്ങോട്ട് കേറിയിട്ടില്ലല്ലോ. എന്താണാവോ ഇപ്പൊ പെട്ടെന്നൊരു വരവൊക്കെ? വല്യമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ്. വല്യമ്മ ആസ്പത്രിയിലൊക്കെ തന്നെയാണ്. അല്ല, എന്നോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ല ഇങ്ങോട്ട് കയറരുത് എന്നുള്ളത്. മനുഷ്യന്മാർക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇത് തരരുത് കേട്ടോ.
ഓളൊരു വല്യമ്മാന്റെ ഒരു പേരും പറഞ്ഞു കാണിങ്ങനെ വന്നിക്കണ്. ആ തള്ളക്ക് ഇപ്പൊ എന്തായാലും അനക്കിപ്പൊ എന്താ എന്താ ഇളയമ്മ എന്നും വർത്താനം പറയണ പോലെ നിങ്ങൾ ഇപ്പൊ വർത്താനം പറയാൻ വരണ്ട കേട്ടോ. എന്റെ വല്യമ്മക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാൻ. മര്യാദക്ക് ജിന്റെ പെരന്റെ ഉള്ളിൽ ഇറങ്ങി പോവാന്നല്ലേ ഇവിടെ വന്നിട്ട് ജിന്നെ ഭരിക്കാനയക്കണ. ഏയ് കല്യാണം കഴിഞ്ഞപ്പോ നാവ് ഇത്രങ്ങാനും നീളാണല്ലോ എന്റെ. ഞാൻ എങ്ങണ്ട് ഇറങ്ങി പോണ കാര്യം നിങ്ങൾ ഈ പറയണത്? ഇങ്ങളാണ് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരിക, ഞാനല്ല. ഇതിന്റെ വാപ്പാന്റെ പെരയാണ്. അപ്പൊ ഇങ്ങളാണ് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടത്, അല്ലാതെ ഇങ്ങക്ക് ഇതിലൊരു അവകാശവും ഇല്ല. ഞാൻ വിചാരിച്ച ഈ നിമിഷങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റും. വാണ്ടാച്ചിട്ടാണ് ഞാൻ. പിന്നെ എന്നും വർത്താനം പറഞ്ഞ പോലെ ഇപ്പൊ ഈ സെമീറാനോട് വർത്താനം പറയാൻ നിക്കണ്ട. അന്നൊക്കെ സഹിച്ചു നിന്നതേ ഒരു ഗതി ഇല്ലാത്തോണ്ടാണ്. കുറച്ച് അഹങ്കാരം കൂടിയിരിക്കണത് തന്നെ നിങ്ങൾ വിചാരിച്ചോളി. കുറെ ദിവസമായി മനസ്സിലാക്കിട്ട് ഇങ്ങനെ പറയലോടങ്ങിട്ട്. എന്റെ പൊന്നാരന്റെ അമ്മ ഒന്ന് മുണ്ടാതെ നിക്കുങ്ങള്. എനിക്ക് സൗകര്യം ഇല്ലടി മുണ്ടായിരിക്കാൻ. ഇജ്ജ് എന്താടി കാട്ടുക? ഇജ്ജ് എന്റെ പണി എന്താ വെച്ചാ നോക്ക് ട്ടോ. ഇല്ലാത്തൊരു കഷ്ടം. എന്താ പോണ നാവ് ഇവിടെ ഇങ്ങനെ മുണ്ടാപ്പൂച്ചൊന്നും അല്ല ഇപ്പൊ. ഈ ആകെ മാറിയിക്കണിപ്പൊ എന്തായാലും. ഇനിയിപ്പോ ഓളായിട്ടൊക്കെ കളിച്ചുമ്പോ സൂക്ഷിച്ചും കണ്ടും കളിച്ചേണ്ടി വരും തോന്നുന്നുണ്ട്. വരുമ്പട്ടോള് സെമിയ ഉമ്മ പറയണൊന്നും കാര്യാക്കണ്ടടി. അനക്ക് ഉമ്മാനെ പറ്റിയിട്ട് അറിയില്ലേ? ഞാന് കാര്യാക്കണൊന്നുമില്ലടി, എന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ഇജിപ്പൊ എന്തായാലും ആ പറഞ്ഞ എനിക്ക് ഇഷ്ടായിട്ടോ. ഒന്ന് സ്ട്രോങ് ആവണത് നല്ലതാ. എന്നും പഴയ പോലെ തന്നെ നിന്നാ ശരിയാവൂലല്ലോ. അല്ല അനക്ക് ഇപ്പൊ വിളിച്ചിന്ന് പിന്നെ എപ്പോഴെങ്കിലും? ഇല്ലക്ക് ഇപ്പൊ വിളിച്ചിട്ടില്ല. എന്താ പെട്ടെന്ന് ഉണ്ടായത് വല്യമ്മക്ക്? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. കൊഴപ്പൊന്നും ഇല്ലാന്നാണ് ഇപ്പൊ ഉച്ചക്ക് വിളിച്ചപ്പോ പറഞ്ഞത്. ഇതുവരെ പിന്നൊരു വിവരം കിട്ടിയിട്ടില്ല. ഷാഫിയൊക്കെ പോയിട്ടുണ്ടല്ലോ, ഷാഫിയൊക്കെ വിളിക്കാതിരിക്കണ്ടാവൂല. ഷാഫിയൊക്കെ പോയിട്ടുള്ള ആ ഒരു സമാധാനം തന്നെ ഉള്ളു ഇപ്പൊ. സങ്കടപ്പെടണ്ടടി. നമ്മളെ വല്യമ്മക്ക് ഒന്നും ഉണ്ടാവൂല. കൊറേ പാവത്തിന് ഞാനും പറഞ്ഞത് അമ്മാന്റെ വാക്കും കേട്ടുങ്ങാണ്ട്. ഇപ്പൊ പടച്ചോനോട് ആകെ ഒരു പ്രാർത്ഥന ഉള്ളൂ, വല്യമ്മക്കൊന്നും വരുത്തരുതേന്ന്. ആ പാവത്തിന് നമ്മളെ കേച്ചിട്ടല്ലാതെ വേറെ ആരും ഇല്ല. പിന്നെ സെമിയെ ഇക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനും സുഹൈല് പറഞ്ഞ ഒരാളായിട്ട് ഇഷ്ടത്തിലാണ്. അത് ഇമ്മാക്കും അറിയാം. പക്ഷെ ഇമ്മ പറഞ്ഞിരിക്കണത് അത് നടത്തി തരൂലെന്നാ. ഉമ്മാക്ക് ഉമ്മാന്റെ ഇഷ്ടം മാത്രമേ പറ്റുള്ളൂ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം. എന്റെ ജീവിതല്ലടി, ഞാനല്ല നോക്കേണ്ടത്. ഞങ്ങക്ക് രണ്ടാക്കും പിരിയാൻ പറ്റൂല. ഓൻ കാരണം ഞാനിപ്പൊ ഇങ്ങനൊക്കെ മാറാനും ഒക്കെ കാരണം ഉണ്ടായത്. ഓനാണ് ഇന്നെ ഇതിന്നൊക്കെ പിന്തിരിപ്പിച്ചത്. എനിക്ക് ഓന്റെ കൂടെ ജീവിക്കണം. എന്താ അതിനൊരു മാർഗമുള്ളത്? ഈ ഇപ്പാനോടൊന്ന് കാര്യം പറഞ്ഞു നോക്ക്. ഇപ്പാനോടോ? ഇപ്പാനോടൊക്കെ പറയാൻ പേടിയാണ്. ഇപ്പൊ എന്തേലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലോ ഞാൻ എടുത്ത് ചാടിങ്ങാണ്ട് ഓരോന്ന് കാട്ടുന്ന ആളാ. അപ്പൊ ഇപ്പാക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയ ദേഷ്യം ഉണ്ടാവും എന്നോട്. ഈ ഒരു കാര്യം ചെയ്യേ, ഷാഫിയാക്കാനോടൊന്ന് പറഞ്ഞിട്ട് സുഹൈലിനോടും ഇപ്പാനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറയൂ. ഷാഫിയാക്ക എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കാം. എന്റെ ജീവിതവും കൂടി വെച്ചിട്ട് ഏളാമ ഇങ്ങനെ കളിക്കണത് അതിന് തീരെ അന്തല്ലേ. മതി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മതി. ഇവിടെ നിക്കാൻ വേണ്ടി ദിവസം ചെല്ലുന്നിടത്തോളം ഇമ്മ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കാണ്ടിരിക്കുക. വല്ല മാനസികമുള്ള ആൾക്കാർ ചെയ്യും പോലെ ഇമ്മ ചെയ്തുകൊണ്ടിരിക്കണത്. ഇമ്മക്ക് എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. അണക്ക് കിട്ടിയ സൗഭാഗ്യത്തിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ഉമ്മക്ക്.
ഇമ്മാക്ക് അതേപോലെ നല്ല രീതിയിൽ ജീവിക്കണം, ആരും പാടില്ല, ആരും വരാൻ പാടില്ല, ആ മൈൻഡാണ്. മദ്യായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് പഠിക്കാനും തോന്നുന്നു ഒന്നും തോന്നാത്തൊരവസ്ഥ. ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞത് വല്യമ്മയാണ്. ഇപ്പൊ ആ പാവം ആസ്പത്രിയില. ഒരു സമാധാനം ഇല്ലാത്ത ഹോസ്പിറ്റലിലത്തെ കാര്യം കേട്ടിട്ടോ. ഞാൻ രാവിലെ അറിഞ്ഞിക്കണമെന്നുണ്ടെങ്കില് പെട്ടെന്ന് തന്നെ പോന്നീന്. ഇതിപ്പൊ വെച്ചിട്ട് അറിഞ്ഞത്. എന്തായാലും പോന്നത് നന്നായുള്ളൂ. ഇപ്പഴടി വെളിമാന്റെ എന്തെങ്കിലും കാര്യം പറയാനാ അടുത്ത് നോക്ക്. എന്താ പറയണാവോ? ആ ഹലോ ഇപ്പ എന്താ വല്യമ്മാന്റെ പാട്? സെമി ഇവിടെ വന്നിക്കണ്. ഷാഫിയ കണ്ടെത്തിയോ ഇത്ര പെട്ടെന്നോ? ആ ഇല്ല, ചോറ് തിന്നിട്ടില്ല, കൊറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിക്കണ്ട്. എല്ലാ വല്യമ്മാന്റെ പാടെന്താ? ഏ നിങ്ങൾ എന്തീ പറയണത്? എന്താ റൂബിയ, എന്താടി ഇപ്പൊ എന്താ പറഞ്ഞേ? സുമി ഇപ്പൊ എന്താണ് റൂബിയെ, എന്തിനാ ഈ കരയണ്? സെമിയ വല്യമ്മ പോയി. റൂബിയ അല്ലടി, എന്താടി നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ അലർന്നത്? നിങ്ങൾ ആരെങ്കിലും ചത്തിക്കണോ? ആ ചത്തുക്കണ്. നിങ്ങക്ക് സമാധാനായില്ലേ? എനിക്ക് സമാധാനാവാൻ എന്താടി ഞങ്ങളൊക്കെ കാട്ടിയത്? എന്താണ് കാര്യം പറയും നിങ്ങൾ രണ്ടാളും? നിങ്ങൾ ഒരാളാണ് ആ പാവത്തിനെ കൊന്നത്. ഇപ്പൊ മരിച്ചില്ലേ? നിങ്ങളല്ലേ എല്ലാത്തിനും കാരണം. പ്രായമുള്ള ആൾക്കാർ പിന്നെ മരിക്കൊക്കെ ചെയ്യൂലേ, അതൊക്കെ സർവ്വസാധാരണല്ലേ. നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് മോങ്ങണ എന്തിനാണ്? ഇതിപ്പോ നല്ല കഥ. ആ പാവത്തിനെ കൊന്നപ്പോ സമാധാനായില്ലേ? നിങ്ങക്ക് അത് ഇതിൽ ഏറ്റവും വലിയ ഭാരം. ഞാനുള്ളത് ഉമ്മാന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നല്ലേ. ഒരു നേരം അതിനെ നോക്കിട്ടുണ്ടായിരുന്നെങ്കി ഇത് വരുമായിരുന്നോ? ഇനിയിപ്പോ അത് പറഞ്ഞോ, ഞാൻ കാരണമാണ് മരിച്ചിക്കണെന്ന്? ഞാൻ ഒന്നും കാട്ടിയിട്ടൊന്നും ഇല്ല എന്റെ വല്യമ്മാനെ. ഉളിക്കും മരുന്ന് എടുത്തു കൊടുക്കാൻ കുറച്ച് നേരം വെക്കി. ഈ പെരനുള്ളിൽ പണിയോട് എടുക്കുമ്പോ അങ്ങനൊക്കെ തന്നെയാണ്, കുറച്ച് നേരം വെക്കുകയൊക്കെ ചെജ്ജു. അത്രക്ക് ദണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്കത് കൊണ്ടുപോയിക്കൂടെ ഇന്നില്ല? പോകുമ്പോ ഇവിടെ ഓടിന്ന് ചിലക്കണ് നിന്നിട്ട് തള്ള മനുഷ്യനായിട്ട് കുറച്ചൊന്ന് ഇടങ്ങറാക്കിയിരിക്കണ്. അങ്ങനെ തന്നെ വാണേടി. ഒരു മനസമാധാനം ഉണ്ടല്ലോ, ഇനി അതുണ്ടാവുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് സ്വസ്ഥതയോടെ നിക്കാലോ. രണ്ടും കൂടി ഇരുന്ന് മോങ്ങാൻ നിക്ക.